വിറ്റെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏഷ്യാനെറ്റിന്റെ തലതൊട്ടപ്പന്മാരായ രണ്ടാളുകൾ സ്ത്രീകളുടെ മാംസത്തിന്റെ മേലെ അത്രമേൽ അത്ഭുതവും കൗതുകവും ആശ്ചര്യവും ദാഹവും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ ഏഷ്യാനെറ്റിന്റെ രണ്ട് തലതൊട്ടപ്പന്മാരെ കുറിച്ച് അഖിൽമാരാരെ വെളിപ്പെടുത്തിയപ്പോ അത് ഏഷ്യാനെറ്റിന്റെ ആളുകളാണോ അല്ലെങ്കിൽ ഈ റിയാലിറ്റി ഷോ എന്ന ബിഗ് ബോസിന്റെ കാമപിക്ഷാക്ഷികളാണോ എന്നുള്ളതൊന്നും ഇയാളത് പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്താണെന്ന് അറിയോ, ഈ രണ്ടാളുകളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് പോയിങ്ങാണ്ട് ആങ്കറായി നിൽക്കുന്ന ലാലേട്ടന്റെ ഒക്കെ അവസ്ഥ എന്താ? അതൊരു മെയിൻ ബ്രാൻഡാണ്. അതല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്? ആ മനുഷ്യനൊക്കെ അവിടെ പോയി നിന്നിങ്ങനെ ശനി ഞായറൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ കോടികളെ ഈ ഒരു വരുമാനം ഉണ്ടായിരിക്കാം ഈ ഒരു ബിഗ് ബോസിന്റെ 2 ദിവസത്തെ ഈ ഒരു ആങ്കറിങ്ങിന് കിട്ടുന്നുണ്ടാവാം. എന്നാലും എന്നെ പൊണ്ണു ലാലേട്ട, എന്തിനാണ് നിങ്ങൾക്ക് ഈ കോടികൾ? ഞാനത് ആലോചിച്ച് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടാവും, എനിക്ക് അറിയുന്നില്ല. പിന്നെ ഏഷ്യാനെറ്റിന്റെ കാര്യമാണ്. ഏഷ്യാനെറ്റിലെ ലാലേട്ടൻ തന്നെയാണ് ഇതിനൊക്കെ കുറ്റം പറയേണ്ടത്. കാരണം ഈ ഏഷ്യാനെറ്റിന്റെ ആളുകളാണോ ബിഗ് ബോസിന്റെ ആളുകളാണോ രണ്ട് മനുഷ്യന്മാരെന്നുള്ളത് ഇവരാരും പറഞ്ഞിട്ടില്ല. ഈ അഖിൽമാരും പറഞ്ഞിട്ടില്ല. അത് പറയാത്തവർ അഖിൽ